എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണാറില്ലേ ഒരു കുടൽക്കടവ് പുഴയെക്കുറിച്ച്. അപ്പോൾ പുഴയുടെ തൊട്ടടുത്തൊരു കാവുണ്ട്. ആ കാവിൽ മീനമാസം 1-ാം തീയതി നടക്കുന്ന പൂജ കാണാൻ വേണ്ടി വന്ന കേട്ടോ. ഇവിടെ ഘോഷയാത്രയും പിന്നെ നേരെ നമ്മുടെ പുഴയുടെ കരയിലേക്ക് പോയിട്ട് അവിടെ നടക്കുന്ന ചടങ്ങുകളും ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക. അപ്പം നമ്മളിപ്പോൾ കാവിലേക്ക് പോവാണ്. ഇപ്പോൾ കാവിൽ പോയിട്ട് കാഴ്ചകളൊക്കെ അവിടുത്തെ പരിപാടി തുടങ്ങിയിട്ടില്ല, അത് കാണാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളെ സഹായിക്കാനായി ബിബിച്ചേട്ടയും കൂടെ വരും. ബിബിച്ചേട്ടയും കൂടെ വന്നിട്ട് നമുക്ക് ആ കാഴ്ചകൾ അവിടെ പോയിട്ട് കാണാം. കാവിലെ ഉത്സവം നമുക്ക് ആഘോഷിക്കാം, അവരുടെ ഒപ്പം നമുക്കും കൂടാം. അപ്പോൾ എല്ലാവരും വാ. നേരെ നമ്മുടെ പുഴയിലേക്കാട്ടോ ഇനി പോകുന്നത്. അങ്ങനെ താലപ്പുഴ ഘോഷയാത്ര ഈ വയലിലൂടെ നേരെ പുഴയിലേക്ക് പോവാണ്. ഈ കാണുന്ന ഈ വഴിയിലൂടെയാണ് നേരെ പുഴയിലേക്ക് പോകുന്നത് കേട്ടോ. പുഴയിൽ പോയിട്ട് അവിടെ ഒരു ചെറിയൊരു ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് താലം വന്ന്
അമ്പലത്തിലെത്തുമ്പോഴാണ് എന്താ പറയുക ഈ ഉത്സവം തുടങ്ങുന്നതെന്ന് അവിടുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെ വള്ളിയൂർക്കാവ് തീരുന്നതോടെ വയനാട്ടിലെ ഗോത്ര കുടുംബങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെല്ലാം അവരുടെ ഉത്സവങ്ങളെല്ലാം അവസാനിക്കുന്നൊരു സമയം കൂടെയുണ്ട്. ഇതിൻ്റെ ഈ വള്ളിയൂർക്കാവ് തുടങ്ങി വള്ളിയൂർക്കാവിൻ്റെ അവസാനത്തോടെ നമ്മുടെ എല്ലാ ഗോത്രവർഗ്ഗക്കാരുടെ എല്ലാവരുടെയും ഉത്സവം തീരുന്നൊരു സമയമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ എന്താ പറയുക അവസാനം ഞങ്ങളുടെ ഏരിയയിലുള്ള അവസാനത്തെ ഒരു ഉത്സവമാണ് ഈ കാണുന്നത്. ഘോഷയാത്ര വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട് ഇവിടെ. നൈസ് മീറ്റ് ചിക്കൻ സ്റ്റാൾ, നമ്മുടെ ചിക്കൻ സ്റ്റാളിൻ്റെ ഫോൺ നമ്പറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പഴയ ചിക്കൻ കടയിൽ താലം ഇവിടെ എത്തിയിട്ടോ. ഘോഷയാത്ര പുഴ സൈഡിലെത്തിട്ടോ. ഇവിടെയാണ് ദേവി കുളിച്ചിട്ട് തിരിച്ച് കയറി പോകുന്നതെന്നാണ് ഐതിഹ്യം. അപ്പോൾ ഈ കാണുന്ന കയ്യിലുള്ള ഉടവാള് കണ്ടില്ലേ, അത് വള്ളിയൂർക്കാവ് ദേവിയുടെയാണ്. അപ്പോൾ ദേവി ആ ഉടവാള് ഇവിടെ മുങ്ങി കുളിച്ച് ദേവി തിരിച്ച് തറയിലേക്ക് പോയിരിക്കുന്ന ദിവസമാട്ടോ ഈ ഉത്സവം നടക്കുന്നത്. അതാണ് ഇതിൻ്റെ ഐതിഹ്യം. Badi. ദേവി കുളിച്ച് ഈറനോടെ തിരിച്ച് തറയിലേക്ക് കാവിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. നാട്ടിലെ അമ്പലങ്ങളിലൊക്കെ എന്താ പറയുക വല്ലാത്തൊരു ഫീല് നൽകുന്ന ചെറിയ ചെറിയ കാവുകളും ഒക്കെ എന്താ പറയുക പഴമയുടെ അല്ലെങ്കിൽ ആ പഴയ നമ്മുടെ ആ സംസ്കാരത്തെ വിളിച്ചോതുന്ന ഇതുപോലത്തെ നല്ല നല്ല പരിപാടികൾ അല്ലെങ്കിൽ നല്ല നല്ല ഉത്സവങ്ങൾ ഇനിയും വയനാട്ടിൽ ഇനിയില്ല. വള്ളിയൂർക്കാവോടെ അത് അവസാനിക്കുന്നതിന് മുമ്പുള്ള ഏറ്റവും നല്ല നിമിഷങ്ങളിലൂടെയാണ് ഈ വീഡിയോ എടുക്കുന്ന ഞങ്ങളും കടന്നു പോകുന്നത്. അതായത് നമ്മുടെ കബനി നദിയിൽ കുളിച്ച് കയറി വരുന്ന ദേവി നേരെ തറയിലേക്ക് പോകുന്ന കാഴ്ച. കോലങ്ങളുടെ നാടാണ് തലശ്ശേരി. അവിടെ നിന്ന് നിങ്ങളുടെ വയനാട്ടിന്റെ ദേവത എന്നറിയപ്പെടുന്ന നിങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ എത്തിയത് ഒരുപാട് പ്രയത്നിച്ചിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് കൂടെ ഉണ്ടാകണം, കൂട്ടിനുണ്ടാകണം നിങ്ങൾ.
അമ്പലത്തിൽ ഉത്സവം എങ്ങനെയുണ്ട്? മിണ്ടൂല? അടിപൊളിയാ? ഇവിടുത്തെ ആചാരങ്ങളിൽ 3 റൗണ്ട് ഇതിന് വലം വെക്കുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ കാഴ്ചയാണോ. 3ാമത്തെ വലം വെക്കുക കേട്ടോ. വയനാട്ടിലെ ഏറ്റവും നല്ല കുറെ ഗോത്ര ഉത്സവങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് ഈ കാണുന്നത് കേട്ടോ. കാലം തിരിച്ചു കൊടുക്കുന്ന പരിപാടിയാട്ടോ.
യൂട്യൂബ് ചാനൽ ഡിജിറ്റലാണ് ഇത് സംപ്രേഷണം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഒരു പിന്നെ കുട്ടിച്ചാത്തൻ കുളിയൽ മലക്കാരി പിന്നെ അമ്മ കൊണ്ടക്കോട്ടം മലക്കാരി പിന്നെ പശുവൻ മാരച്ചൻ ദേവിക വിരിച്ചിട്ട് എന്നെ കിടത്തിയിട്ടും പോയതല്ലേ പെറ്റോരമ്മേ നമ്മുടെ പഴമ എന്താണോ നമ്മളെന്താണോ എന്ന് തിരിച്ചറിയുന്ന വയനാട്ടുകാർ, വയനാട്ടിലെ ആദിമ മനുഷ്യർ ജീവിച്ചിരുന്ന, അവരാരാധിച്ചിരുന്ന ദൈവങ്ങൾ, അവരെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാൻ നമ്മുടെ ജൂനിയർ വ്ളോഗിന് പറ്റിയതിന് എന്താ പറയുക, ഇത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി അവസരം ഒരുക്കി തന്ന ബിബിച്ചേട്ടയ്ക്ക് എല്ലാം ഇവർക്ക് കൂടി നല്ല താങ്ക്സ് കേട്ടോ. എന്ന് വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കാഴ്ചയായിരിക്കും ചേട്ടയെ വിളിച്ചപ്പോൾ ഞാൻ കാണാൻ ഇരിക്കുന്നതെന്ന്. താങ്ക് യു ചേട്ടൻ. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.